നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് കബന്ധൻ്റെ ബാഹുക്കളെ ഛേദിച്ച് ആ സമയത്ത് തൻ്റെ ഇന്ദ്രവാക്യത്തെ ഓർമ്മിച്ച കബന്ധൻ എൻ്റെ കഥ കേൾക്കൂ എന്ന് രാമലക്ഷ്മണന്മാരോട് പറഞ്ഞ ഭാഗമാണ് വായിച്ചത്. പുരാ രാമ മഹാബാഹോ മഹാബല പരാക്രമഃ രൂപമാസീൻ മമാചിന്യം ത്രിഷു ലോകേഷു വിശ്രുതം യഥാ സോമസ്യ ശക്രസ്യ സൂര്യസ്യ ച യഥാ വപുഃ സോഹം രൂപമിദം കൃത്വാ ലോകവിത്രാസനം മഹത് ഋഷീൻ വനഗതാൻ രാമ ത്രാസയാമിസ്തതസ്തതഃ. ഹേ രാമ, പണ്ട് ഞാൻ വലിയ സുന്ദരമായ രൂപത്തോടു കൂടിയവനായിരുന്നു. ചന്ദ്രൻ്റെ വപുസ് പോലെ, ഇന്ദ്രൻ്റെ വപുസ് പോലെ, സൂര്യൻ്റെ വപുസ് പോലെ അത്ര സുന്ദരവും 3 ലോകങ്ങളിലും പ്രസിദ്ധവുമായിരുന്നു എൻ്റെ ശരീരം. അല്ലയോ മഹാബാഹുവായ മഹാബല പരാക്രമശാലിയായ രാമ, ആ രൂപത്തോടു കൂടി ഞാൻ സകല ലോകത്തെയും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. വനവാസികളായ എല്ലാ മഹർഷിമാരെയും ഞാൻ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. തതസ്ഥൂലശിരാ നാമ മഹർഷി കോപിതോ മയാ സംചിന്വൻ വിവിധം വന്യം രൂപേണാനേന ധർഷിതഃ. ആ സമയത്ത് വന്യം സഞ്ചിന്വൻ സ്ഥൂലശിരാ നാമ മഹർഷി, വനത്തിലുള്ള പഴങ്ങളും കിഴങ്ങുകളും മറ്റും സ്വരൂപിച്ചുകൊണ്ടിരുന്ന സ്ഥൂലശിരസ് എന്ന് പേരുള്ള മഹർഷി മയാ ധർഷിതഃ, എന്നാൽ ആക്രമിക്കപ്പെട്ടു. സ്ഥൂലശിര എന്ന് പേരുള്ള മഹർഷി എന്നാൽ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹം കോപിതനായി തീർന്നു. ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇത് അധ്യാത്മരാമായണത്തിൽ പറയുന്നത് അഷ്ടാവക്ര മഹർഷി എന്നാണ്. വാൽമീകി രാമായണത്തിൽ സ്ഥൂലശിര എന്നാണ്. തേനാഹമുക്ത പ്രേക്ഷൈവം ഘോരശാപാഭിധായിന ഏതദേവ നൃശംസം തേ രൂപമസ്തു വിഗർഹിതം. അത്യന്തം ദേഷ്യത്തോടുകൂടി എൻ്റെ ചെയ്തികൾ അയാൾ മനസ്സിലാക്കി. ഋഷിയാണ്, ഋഷി ആയതുകൊണ്ട് ചെയ്തികൾ മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ രൂപം അങ്ങേയറ്റം വിഗർഹിതമാകട്ടെ, നിന്ദ്യമാകട്ടെ, കുൽസിതമാകട്ടെ, ദുഷിച്ചതാകട്ടെ എന്ന് ശപിച്ചു. സ മയായാചിത ക്രുദ്ധ ശാപസ്യാന്തോ ഭവേദിതി അഭിശാപകൃതസ്യേതി തേനേദം ഭാഷിതം വചഃ. ഭയപ്പെട്ട ഞാൻ മഹർഷിയുടെ കാല് പിടിച്ച് ശാപമോചനത്തിനായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആ മഹർഷി എന്നോട് ഇപ്രകാരം പറഞ്ഞു, യഥാ ചിത്വാ ഭുജൗ രാമഃ ത്വാം ദഹേദ്വിജനേ വനേ തദാ ത്വം പ്രാപ്സ്യസേ രൂപം സ്വമേവ വിപുലം ശുഭം. എന്നാണോ ശ്രീരാമൻ നിന്റെ കൈകളെ വനത്തിൽ വെച്ച് മുറിക്കുന്നത്, അനന്തരം നിന്നെ ദഹിപ്പിക്കുന്നത്, ആ സന്ദർഭത്തിൽ നീ നിന്റെ പൂർവ്വരൂപത്തെ
പ്രാപിക്കും. ശ്രിയാ വിരാജിതം പുത്രം ധനോസ്ത്വം വിദ്ധി ലക്ഷ്മണ ഇന്ദ്രകോപാദിതം രൂപം പ്രാപ്തമേവം രണാജിരേ. ഹേ ലക്ഷ്മണ, ധനുവിൻ്റെ സുന്ദരനായ പുത്രനാണ് ഞാനെന്ന് നീ മനസ്സിലാക്കൂ. ധനുവിൻ്റെ മക്കൾ ദാനവന്മാരാണ്. ധനുവിൻ്റെ സുന്ദരനായ മകനാണ് ഞാനെന്ന് ലക്ഷ്മണ നീ മനസ്സിലാക്കിയാലോ. ഇപ്പോഴുള്ള ഈ രൂപം യുദ്ധത്തിൽ വെച്ച് ഇന്ദ്രകോപത്താൽ ഉണ്ടായതാണ്. ആദ്യം ശാപം കിട്ടി മുനിയിൽ നിന്ന് ഗർഹിതമായ രൂപം ഉണ്ടാവട്ടെ എന്ന്. പിന്നെ ഇപ്പൊ കാണുന്ന രൂപം ഇന്ദ്രകോപം കൊണ്ടുണ്ടായതാണ്. അഹം ഹി താപസോഗ്രേണ പിതാമഹ അഹം ഹി താപസോഗ്രേണ പിതാമഹമതോഷയം ദീർഘമായുസമേ പ്രാദാത് തതോ മാം വിഭ്രമോ സ്പൃശത്. ഹേ ലക്ഷ്മണ, ഞാൻ ഉഗ്രമായ തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. ആദ്യം മഹർഷിയുടെ തപസ് ശാപം കിട്ടി, അതിനുശേഷം ഉഗ്രമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം ദീർഘമായ ആയുസ്സിനെ എനിക്ക് നൽകി, ദീർഘായുസ്. അത് കിട്ടിയതോടുകൂടി എനിക്ക് വിഭ്രമമുണ്ടായി. എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. കാരണം ആർക്കും കൊല്ലാൻ കഴിയില്ല, ബ്രഹ്മാവാണ് ആയുസ് തന്നത്. പിന്നെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഹങ്കാരമായി. ദീർഘമായുർമയാ പ്രാപ്തം കിം മേ ശക്രകരിഷ്യതി ഇത്യേവം ബുദ്ധിമാസ്ഥായ രണേ ശക്രമധർഷയം. ബ്രഹ്മാവ് എനിക്ക് സുദീർഘമായ ആയുസ് തന്നിരിക്കുന്നു. ഇനി ഇന്ദ്രൻ വിചാരിച്ചാൽ പോലും എന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുറപ്പിച്ച് ഞാൻ ഇന്ദ്രനെ യുദ്ധത്തിൽ വെല്ലുവിളിച്ച് ഇന്ദ്രനെ ഉപദ്രവിച്ചു. തസ്യ ബാഹുപ്രമുക്തേന വജ്രേണ ശതപർവണ ശക്തീനി ചൈവ മൂർധാ ച ശരീരേ സംപ്രവേശിതം. എന്ത് വിഭ്രമം വെച്ചാൽ ഭ്രമം, സാധാരണ വിഭ്രമം തന്നെ മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, അതന്നെ വിഭ്രമം. വരം കിട്ടിയപ്പോൾ വിഭ്രമായി. ആ സമയത്ത് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് അതിശക്തമായി എൻ്റെ ശരീരത്തിലും ശിരസിലും അടിച്ചു. അതോടുകൂടി എൻ്റെ തല അകത്തേക്ക് ഇറങ്ങിപ്പോയി, കാലിൻ്റെ തുട മുകളിലേക്കും പ്രവേശിച്ചു. അടി കിട്ടിയിട്ട് മരിക്കുകയില്ല. ബ്രഹ്മാവിൻ്റെ വരമുള്ളത് കൊണ്ട് മരിക്കില്ല. തലയാണിച്ചാൽ ഉള്ളിൽ പോയി, നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങി, കാല് രണ്ടും മുകളിലേക്കുമായി, ഉടല് മാത്രമായി പാവം. കൈയുണ്ട്, വലിയ കൈകളും ഉടലും മാത്രം, നടക്കാനും പറ്റൂല, തലയില്ല. സമയാച്യമാനസൻ നാനയദ്യമ സാധനം പിതാമഹ വച സത്യം തദസ്ത്വീതി മാം അബ്രവീത്. ഞാൻ ഇന്ദ്രനോട് പറഞ്ഞു, ദയവായി എന്നെ കൊല്ലൂ, ദയവായി എന്നെ കൊന്നു തന്നാലും എന്ന് ഞാൻ ഇന്ദ്രനോട് പ്രാർത്ഥിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, സാധ്യമല്ല. കാരണം ബ്രഹ്മാവിൻ്റെ വാക്ക് സത്യമായി വരും, കൊല്ലാൻ പറ്റില്ല ഇന്ദ്രന്. ഇതൊക്കെയാണ് വെച്ചാൽ ചെയ്തും പോയി. ഇനി തലേന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞാലോ അത് പറ്റില്ല, അകത്താക്കിപ്പോയി. ഇതാണ് അവസ്ഥകൾ. ഇതൊക്കെ നമ്മൾ ഓർമ്മിച്ചാൽ നല്ലതാ. അനാഹാര കഥം ശക്തോ
ഭഗ്നശക്തിശിരോമുഖഃ വജ്രേണാഭിഹതകാലം സുദീർഘമപി ജീവിതും ഏവമുക്തസ്തു മേ ശക്രോ ബാഹുയോജനമായതൗ പ്രാദാദാസ്യം ച മേ കുക്ഷൗ തീക്ഷ്ണദംഷ്ട്രമകൽപ്പയത്. ഞാൻ ഇന്ദ്രനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താണ്? ഭക്ഷണം കഴിക്കാതെ ഈ ഭഗ്നമായ ശിരസ്സോടും ശക്തിയോടും കൂടിയ ഞാൻ എങ്ങനെ ജീവിക്കും? ദീർഘകാലം ജീവിച്ചേ മതിയാവും. അതാണിപ്പോൾ വരം കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് ഇന്ദ്രൻ എനിക്ക് 100 യോജന, 100 യോജന നീളമുള്ള 2 കൈകൾ തന്നു. 1 യോജന നീളമുള്ള 2 കൈകൾ. എന്നിട്ട് എൻ്റെ നെഞ്ചിൽ വായ തയ്യാറാക്കി തന്നു. കുക്ഷൗലാണ്, കുക്ഷിയിൽ, നെഞ്ചിലല്ല, വയറിൽ. കുക്ഷിയിൽ ഹാസ്യം, മുഖം തയ്യാറാക്കി തന്നു, വായ തയ്യാറാക്കി തന്നു. തീക്ഷ്ണ ദംഷ്ട്രവും തന്നു. എല്ലാത്തിനെയും പിടിച്ചു തിന്നാൻ തീക്ഷ്ണമായ ദംഷ്ട്രവും തന്നു. അത് മതിയല്ലോ. ഇതൊക്കെ എപ്പോഴും ചെയ്യുന്നില്ലേ? പണ്ട് തൊണ്ടയിൽ തുളച്ചിട്ട്, ഇവിടെ തുളച്ചിട്ട്, വയറ്റിൽ നേരിട്ട് തുളച്ചിട്ടൊക്കെ കുക്ഷി വെക്കുന്നുണ്ട്. ഇപ്പം വായ വെക്കുന്നുണ്ട്. അതിൽ ഫണലിലൂടെ ഒഴിച്ചു കൊടുക്കുക. ഇല്ല, ഉണ്ട്. ഇതന്നെ പരിപാടി, വേറെ ഒന്നുമില്ല. ഇത് പിന്നെ വേറൊരാൾ ഒഴിച്ചു കൊടുക്കേണ്ട. കൈ നീണ്ട കൈയുണ്ട്, അത് പിടിച്ചിട്ട് കൊണ്ടുപോകാം. സോഹം ഭുജാഭ്യാം ദീർഘാഭ്യാം സംക്രശ്യാസ്മിൻ വനേ ചരൻ സിംഹദ്വീപമൃഗവ്യാഘ്രാൻ ഭക്ഷയാമി സമന്തതഃ. അങ്ങനെ ദീർഘങ്ങളായ 2 കൈകളെ ഉപയോഗിച്ച് ഈ വനത്തിൽ സിംഹങ്ങളെയും ആനകളെയും മാനുകളെയും കടുവകളെയും ഞാൻ നിരന്തരമായി ഭക്ഷിച്ച് ജീവിക്കുകയാണ്. ഈ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ആരും പെട്ടത് തന്നെയാണ്. അവിടെ സിംഹവും കടുവയൊന്നും പ്രശ്നമല്ല. അതിനൊക്കെ വായിലാക്കുക. രാമനെയും പിടിച്ചു, ലക്ഷ്മണനെയും പിടിച്ചു. സതു മാമബ്രവീദിന്ദ്രോ യദാ രാമ സ ലക്ഷ്മണഃ ഛേത്സ്യതേ സമരേ ബാഹു തദാ സ്വർഗം ഗമിഷ്യസി. എന്നിട്ട് ഇന്ദ്രൻ എന്നോട് പറഞ്ഞു, എപ്പോഴാണോ ലക്ഷ്മണനോട് കൂടി രാമൻ വരുന്നത്, നിന്റെ കൈകളെ മുറിക്കുന്നത്, ആ സമയത്ത് നീ സ്വർഗത്തെ പ്രാപിക്കും. അനേന വപുഷാ രാമ വനേസ്മിൻ രജസത്തമാ യദ്യത് പശ്യാമി സർവസ്യ ഗ്രഹണം സാധുരോചയേ. ഈ വപുസോടുകൂടി, ഹേ രാമ, ഹേ രാജശ്രേഷ്ഠ, ഈ വനത്തിൽ ഞാൻ എന്തെന്ത് കാണുന്നുണ്ടോ അതിനെയൊക്കെ ഗ്രഹിക്കുന്നതിൽ ശ്രദ്ധിച്ചു വരുന്നു. എൻ്റെ മുമ്പിൽ എന്ത് പെട്ടാലും ഞാൻ അതിനെ എടുക്കും. അവശ്യം ഗ്രഹണം രാമോ മന്യേഹം സമുപൈഷ്യതേ ഇമാം ബുദ്ധിം പുരസ്കൃത്യ ദേഹന്യാസകൃതശ്രമഃ. അപ്പോൾ ഈ ശരീരത്തെ, ദുഷിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് സ്വർഗപ്രാപ്തനാകാൻ എന്തായാലും രാമൻ എന്നാൽ ഗ്രഹിക്കപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത്. അപ്പം ഇത്രയും കാലം ഈ കബന്ധൻ്റെ മനസ്സിൽ രാമചിന്തയാണ്. രാമൻ വരും, രാമൻ വരും, രാമൻ വരും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. സത്വം രാമോസി ഭദ്രം തേ നാഹമന്യേന രാഘവ ശക്യോ ഹന്തും യഥാ തത്വം ഏവമുക്തം മഹർഷിണ. ഹേ, നീ രാമനാകുന്നു, മനസ്സിലായി കഴിഞ്ഞു. നിനക്ക് നല്ലത് വരട്ടെ, മറ്റാരാലും ഞാൻ ഹനിക്കപ്പെടുകയില്ല. ഇത് മഹർഷിയാൽ അരുളി ചെയ്യപ്പെട്ടതാണ്. അപ്രകാരം തന്നെ സംഭവിച്ചു.
അഹം ഹിമതിസാചിവ്യം കരിഷ്യാമി നരർഷഭ മിത്രം ചൈവോപദേക്ഷ്യാമി യുവാഭ്യാം സംസ്കൃതോഗ്നിന. ഹേ മനുഷ്യന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, നിങ്ങൾ രണ്ടുപേരാലും ഞാൻ അഗ്നി സംസ്കൃതനാകണം. നിങ്ങൾ രണ്ടുപേരാലും ഞാൻ അഗ്നി സംസ്കൃതനാകണം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ സംസ്കരിക്കപ്പെടണം. നിങ്ങളെനിക്ക് എന്നെ ചിതയിൽ വെച്ച് ദഹിപ്പിക്കണം. എങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു സഹായം ഞാൻ ചെയ്യാം. ഏവമുക്തസ്തു ധർമാത്മാ ധനുനാ തേന രാഘവഃ ഇദം ജഗാദവചനം ലക്ഷ്മണസ്യോപശൃണ്വതഃ. ഇപ്രകാരം ആ ധനുവിനാൽ പറയപ്പെട്ട ധർമാത്മാവായ രാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു. രാവണേന ഹൃതാ സീത മമ ഭാര്യ യശസ്വിനി നിഷ്ക്രാന്തസ്യ ജനസ്ഥാനാത് സഹ ഭ്രാത്രാ യഥാ സുഖം നാമമാത്രം തു ജാനാമി ന രൂപം തസ്യ രക്ഷസഃ നിവാസം വാ പ്രഭാവം വാ വയം തസ്യ ന വിദ്മഹേ ശോകാർത്താനാമനാഥാനാം ഏവം വിപരിധാവതാം കാരുണ്യം സദൃശം കർത്തും ഉപകാരേ ച വർത്തതാം കാഷ്ഠാന്യാനീയ ശുഷ്കാണി കാലേ ഭഗ്നാനി കുഞ്ജരൈഃ ധക്ഷ്യാമസ്ത്വാം വയം വീര ശ്വഭ്രേ മഹതി കൽപ്പിതേ. സത്വം സീതാം സമാചക്ഷ്വ യേന വാ യത്ര വാ ഹൃതാ കുരു കല്യാണമത്യർത്ഥം യദി ജാനാസി തത്വതഃ. അപ്പോൾ രാമൻ ലക്ഷ്മണൻ കേൾക്ക പറഞ്ഞു എന്നാ, ലക്ഷ്മണനോട് പറഞ്ഞു എന്നല്ല, ഉപശൃണ്വതാണ്. അപ്പോൾ ലക്ഷ്മണൻ കേൾക്ക പറഞ്ഞു. ആരോട് പറഞ്ഞു? കബന്ധനോട്. ലക്ഷ്മണൻ കേൾക്ക കബന്ധനോട് പറഞ്ഞു, എൻ്റെ ഭാര്യ യശസ്വിനിയായ സീത രാവണനാൽ ഹരിക്കപ്പെട്ടിരിക്കുന്നു. ജനസ്ഥാനത്തിൽ നിന്നും ഞാനും സഹോദരനും അവളും കൂടി സന്തോഷമായി കഴിയുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അവൻ്റെ പേര് മാത്രമേ എനിക്കറിയൂ. ജഡായു പറഞ്ഞിട്ട് പേരറിയാം, അതാണ്. അവൻ്റെ പേര് മാത്രമേ എനിക്കറിയൂ. അവൻ്റെ രൂപമറിയില്ല, അവൻ്റെ വാസസ്ഥലമറിയില്ല, അവൻ്റെ പ്രഭാവം അറിയില്ല, അവനെക്കുറിച്ച് മറ്റൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ അനാഥന്മാരാണ്, ഞങ്ങൾ ശോകാർത്തന്മാരാണ്, സീതയെ അന്വേഷിച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങളിൽ അങ്ങ് കാരുണ്യം ചെയ്യണമേ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്യണമേ. ഹേ ലക്ഷ്മണ, ഉണങ്ങിയ വിറക് കഷ്ണങ്ങൾ, എങ്ങനെ? ആനകളാൽ മുറിച്ച് വീഴ്ത്തപ്പെട്ട വിറക് കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ ചിത ഒരുക്കാം. കാട്ടിലിഷ്ടം പോലെ വലിയ വലിയ വിറകുണ്ടാവും, ആനകൾ വീഴ്ത്തിയിട്ടത്. അങ്ങനെ നിന്നെ ഞങ്ങൾ ദഹിപ്പിച്ചു കൊള്ളാം. അതുകൊണ്ട് നീ സീതയെക്കുറിച്ച് പറയൂ, ആരാൽ സീത ഹരിക്കപ്പെട്ടു എന്ന് നിനക്കറിയുന്ന സംഗതികൾ ഞങ്ങളോട് പറയൂ. അറിയുന്നതെല്ലാം പറയൂ, തത്വതഃ അറിയുന്നതെല്ലാം പറയൂ. ഏവമുക്തസ്തു രാമേണ വാക്യം ധനുര അനുത്തമം പ്രോവാച കുശലോ വക്തും വക്താരമപി രാഘവം ദിവ്യമസ്തി ന മേ ജ്ഞാനം നാഭിജാനാമി മൈഥിലീം യസ്താം ജ്ഞാസ്യതി തം വക്ഷ്യേ ദഗ്ധസ്വം രൂപമാസ്ഥിതഃ.
അദഗ്ധസ്യ ഹി വിജ്ഞാതും ശക്തിരസ്തി ന മേ പ്രഭോ രാക്ഷസം തം മഹാവീര്യം സീതായേന ഹൃതാ തവ വിജ്ഞാനം ഹി മമ ഭ്രഷ്ടം ശാപദോഷേണ രാഘവ സ്വകൃതേന മയാ പ്രാപ്തം രൂപം ലോകവിഗർഹിതം കിം തു യാവന്ന യാത്യസ്തം സവിതാ ശ്രാന്തവാഹനഃ താവന്മാം അപടേ ക്ഷിപ്ത്വാ ദഹരാമ യഥാവിധി. ഹേ രാമ, ഇപ്രകാരം രാമനാൽ പറയപ്പെട്ട ധനു രാമനോട് ഉത്തമമായ മറുപടിയെ പറഞ്ഞു. ഹേ രാമ, എനിക്ക് ദിവ്യജ്ഞാനമില്ല. എനിക്ക് സീതയെക്കുറിച്ചൊന്നും അറിയില്ല. എന്നെ നീ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തം രൂപത്തെ ആശ്രയിച്ചാൽ എനിക്കറിയാവുന്നത് ഞാൻ പറയും. എന്നെ ദഹിപ്പിക്കാത്ത കാലത്തോളം ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല പ്രഭോ. സീത ഏത് രാക്ഷസനാലാണ് ഹരിക്കപ്പെട്ടത്, എങ്ങനെയാണ്, ഒന്നും എനിക്കറിയില്ല. കാരണം ശാപദോഷം കൊണ്ട് എൻ്റെ വിജ്ഞാനം നഷ്ടമായിരിക്കുന്നു. അത് എൻ്റെ തെറ്റുകൊണ്ട് തന്നെ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ലോകനിന്ദ്യമായ രൂപം എനിക്ക് വന്നു ചേർന്നതും. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി വേഗം തന്നെ എന്നെ ദഹിപ്പിച്ചാലും. ദഗ്ധസ്ത്വയാഹമവട്ടെ ന്യായേന രഘുനന്ദന വക്ഷ്യാമി തമഹം വീര യസ്തം ജ്ഞാസ്യതി രാക്ഷസം. യഥാവിധി ന്യായമായി ദഹിപ്പിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും ആ രാക്ഷസനെ സംബന്ധിച്ച്. തേന സഖ്യം ച കർത്തവ്യം ന്യായവൃത്തേന രാഘവ കൽപ്പയിഷ്യതി തേ പ്രീത സാഹായ്യം ലഘുവിക്രമഃ. ഹേ രാഘവ, യഹ തം രാക്ഷസം ജ്ഞാസ്യതി തം അഹം വക്ഷ്യാമി. യാതൊരാൾക്ക് ആ രാക്ഷസനെക്കുറിച്ച് അങ്ങയോട് പറഞ്ഞു തരാൻ കഴിയുമോ അയാളെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. അവനുമായി അങ്ങ് ന്യായവൃത്തത്തിൽ സഖ്യം ചെയ്യണം. എങ്കിൽ അയാൾ നിങ്ങൾക്ക് സഹായം ചെയ്യും. നഹി തസ്യാസ്ത്യ വിജ്ഞാതം ത്രിഷു ലോകേഷു രാഘവ സർവാൻ പരിസൃതോ ലോകാൻ പുരാ വൈ കാരണാന്തരേ. ഹേ രാമ, പണ്ട് അവൻ 3 ലോകങ്ങളും ചുറ്റിക്കണ്ടവനാണ്. ആരെക്കുറിച്ചാണോ ഞാൻ പറയാൻ പോണത് അയാൾ 3 ലോകങ്ങളും ചുറ്റിക്കണ്ടവനാണ്. അതുകൊണ്ട് അവന് 3 ലോകത്തിലും അറിയാത്തതായി ഒന്നുമില്ല. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ ഏകസപ്തതിതമ സർഗഃ. ഇങ്ങനെ ആർഷമായ വാൽമീകീയ രാമായണത്തിൽ ആദികാവ്യത്തിൽ ആരണ്യകാണ്ഡത്തിൽ 71ാമത്തെ സർഗം കഴിഞ്ഞു. ഇതോടുകൂടി രാമായണത്തിൽ മൊത്തം 9107 ശ്ലോകങ്ങളായി തുടക്കം തൊട്ട്. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം മതി. പറഞ്ഞ സമയം കുറച്ചും കൂടിയും ബാക്കിയുണ്ട്, പക്ഷെ അത്ര മതി ഇന്ന്. ശരി. ഏത്
ഭക്തി കബന്ധൻ്റെത് ഭക്തി എന്ന് പറഞ്ഞാൽ ശാപമോക്ഷം പ്രതീക്ഷിച്ചു കഴിയുന്ന ഭാവമാണ്. ശബരി രാമദർശനം ആഗ്രഹിച്ചു കഴിഞ്ഞ താപസിയാണ്. രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ശബരി ഭക്തയാണ്, താപസിയാണ്. രാമദർശനം മാത്രം കാക്ഷിച്ചു കഴിഞ്ഞ താപസി. കബന്ധൻ അതല്ല. കബന്ധൻ ശാപമോക്ഷത്തിന് വേണ്ടി രാമനെ സങ്കല്പിച്ചു കഴിഞ്ഞതാ. രണ്ടും താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം ശബരി എന്ന് പറഞ്ഞാൽ താപസിയാണ്. അല്ല, ഇദ്ദേഹം ശാപമോക്ഷത്തിനാണ്. ശബരിക്ക് ശാപമോക്ഷമൊന്നുമില്ല. ശബരി സാക്ഷാത്കാരമാണ്. അതന്നെ നിരന്തര സ്മരണ ഉണ്ട്. അതുകൊണ്ട് ശബരി രാമദർശനത്തിൽ മുക്തയായി. ഇയാൾ മുക്തനല്ല, ഇയാൾക്ക് ശാപമോക്ഷമാണ് കിട്ടുന്നത്. ശബരി അതല്ല, ശബരിക്ക് മോക്ഷമാണ്. ശബരി സദാ രാമചിന്തനത്തിൽ കഴിഞ്ഞ താപസിയാണ്. കബന്ധൻ ശാപമോക്ഷം മാത്രം വിചാരിച്ച് രാമൻ വരും എന്ന് പ്രതീക്ഷിച്ച ആളാ. രണ്ടും രണ്ടാണ്. പലതിനു വേണ്ടി ദർശനം ആഗ്രഹിക്കും. ശരി, തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ഗുരവേ നമഃ. ഓം